ഡൽഹി സർക്കാരിന്റെ വിവാദ മദ്യനയം കാരണം ഖജനാവിന് നഷ്ടമുണ്ടായെന്ന് C&AG റിപ്പോർട്ട്. മദ്യനയ നടപ്പാക്കിയതിലെ ക്രമക്കേടുകൾ കാരണം ഖജനാവിന് 2026 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായെന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ലൈസൻസുകൾ നൽകുന്നതിൽ കാര്യമായ വീഴ്ചയും നയവ്യതിയാനങ്ങളും ലംഘനങ്ങളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, നേരത്തെ തന്നെ നമുക്കറിയാം ഈ വിവാദ മദ്യനയം ഇതിൻ്റെ പേരിൽ കെജ്രിവാൾ സർക്കാരിന് എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ C&AG വളരെ കൃത്യമായി ഈ അക്കമിട്ട് പറയുകയാണ് 2026 കോടിയുടെ നഷ്ടമുണ്ടായിരിക്കുന്നു ഈ മദ്യനയത്തിലെ തലതിരിഞ്ഞ നയത്തിലെ അപാകതകൾ കാരണം. വിശദാംശങ്ങൾ. നീലിമ, ഡൽഹിയിൽ നേരത്തെ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള മദ്യനയത്തിലൂടെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഗുരുതരമായ പിഴവുകൾ മദ്യനയം നടപ്പിലാക്കുന്നതിൽ സർക്കാരിന് സംഭവിച്ചു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മദ്യനയം നടപ്പിലാക്കിയതിലൂടെ മദ്യനയത്തിലെ ക്രമീകരണത്തിൽ അല്ലെങ്കിൽ ആ ക്രമക്കേടുകളിലൂടെ 2026 കോടി രൂപയുടെ വരുമാന നഷ്ടം ഖജനാവിനുണ്ടായി എന്നുള്ളത് CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം പുതിയ മദ്യനയം രൂപീകരിക്കുകയും അതുവഴി ലൈസൻസ് നൽകുന്നതിൽ ക്രമക്കേടുണ്ടായി എന്നുള്ളതും CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ, അവർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മദ്യനയം സംസ്ഥാനത്ത് ഡൽഹിയിൽ നടപ്പിലാക്കിയത് എന്നുള്ളത് കൂടിയാണ് CAG ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. CAG റിപ്പോർട്ട് വ്യക്തമാക്കിയത് സർക്കാരിന് വന്നിട്ടുള്ള വരുമാന നഷ്ടം, ഒപ്പം ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടായി, വിദഗ്ധരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറികടന്നുകൊണ്ട് ആ ലൈസൻസും ഒപ്പം മദ്യനയവും നടപ്പിലാക്കി എന്നുള്ളതാണ് CAG ചൂണ്ടിക്കാട്ടിയത്. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ കെജ്രിവാൾ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ മദ്യനയത്തിൽ കോടിക്കണക്കിന് രൂപ, ഈ വരുമാന നഷ്ടത്തിന് പുറമെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പണം അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 600 കോടിയിലധികം രൂപയുടെ അഴിമതി പണം വിവിധ കമ്പനികൾ മുഖേന ഈ മദ്യനയത്തിൽ ഏറ്റവും പ്രധാന പാളിച്ച എന്നുള്ളത് മുൻപ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് പോലും മദ്യവിതരണത്തിന് അരവിന്ദ് കെജ്രിവാൾ സർക്കാർ അനുമതി നൽകിയിരുന്നു. അത്തരത്തിൽ കമ്പനികളിൽ നിന്ന് 600 കോടി രൂപയുടെ അഴിമതി പണം കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റി എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പുറമെയാണ് 2026 കോടി രൂപയുടെ വരുമാന നഷ്ടം സംസ്ഥാനത്തിന്റെ ഖജനാവിന് ഈ വിഷയം ഉണ്ടാക്കി എന്നുള്ളത് CAG ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള CAG റിപ്പോർട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും ഒരു ക്ലിയർ ഇമേജ് നേരത്തെ പൊതുജനങ്ങൾക്ക് മുൻപിലുണ്ടായിരുന്നു. ജനങ്ങൾക്ക് വൈദ്യുതി സൗജന്യമായി നൽകുന്നു, വെള്ളം സൗജന്യമായി നൽകുന്നു, പരമാവധി ബില്ലുകൾ ഇത്തരത്തിൽ മാസം വീടുകളിലേക്ക് എത്തുന്നില്ല. അത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരുന്നു. അത്തരത്തിലൊരു ക്ലീൻ ഇമേജ് അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു. പക്ഷേ മദ്യനയ അഴിമതിയിലെയും തുടർന്ന് പിറകെ വന്നിട്ടുള്ള അഴിമതി കേസുകളിലെയും വിവരങ്ങളിൽ ഓരോന്നായി പുറത്തു വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മറുവശത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നു എന്ന യാഥാർത്ഥ്യങ്ങൾ നേരത്തെ പുറത്തു വന്നത്. അത്തരം ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ആ കേസുകൾക്ക് കൂടുതൽ അതിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള CAG റിപ്പോർട്ട്. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ നടപ്പിലാക്കിയിട്ടുള്ള വിവാദ മദ്യനയത്തിലൂടെ ഡൽഹി സർക്കാരിന്റെ ഖജനാവിന് 2026 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി എന്നും ആ മദ്യനയത്തിൽ ലൈസൻസുകൾ അനുവദിക്കുന്നതിൽ ക്രമക്കേടുണ്ടായി, വിദഗ്ധർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ആ നിർദ്ദേശങ്ങൾ മാനിക്കാതെയാണ് ഈ മദ്യനയം ഡൽഹിയിൽ നടപ്പാക്കിയതെന്നുമാണ് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. C&AG റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുകയാണ് ഈ മദ്യനയം എങ്ങനെ സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നു, ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്നു എന്ന രീതിയിൽ അക്കമിട്ട് നിരത്തുകയാണ്. അതിൽ 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. ഈ മദ്യനയം മാറ്റിയതിൽ ഒരു തരത്തിലുള്ള ട്രാൻസ്പെറൻസിയും സുതാര്യതയും ഉണ്ടായിരുന്നില്ല എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കുകയാണ് C&AG. മന്ത്രിസഭയുടെയും അതുപോലെ ലഫ്റ്റനന്റ് ഗവർണറുടെയും അപ്രൂവൽ ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്ന വലിയ ഗുരുതരമായ ഒരു ആരോപണം C&AG മുന്നോട്ട് വെക്കുന്നു.
മാത്രവുമല്ല നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് പോലും ഈ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ മദ്യനയം കെജ്രിവാൾ നടപ്പാക്കിയത് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ അഴിമതി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഒരു നയത്തിലേക്ക് കെജ്രിവാൾ സർക്കാർ പോയത് എന്ന് വ്യക്തമല്ലേ? നീലിമ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള CAG റിപ്പോർട്ടിലെ പോയിന്റുകൾ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ അത് ഓർമ്മിപ്പിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മദ്യനയ അഴിമതിയുടെ ഈ അഴിമതിയുടെ മുഴുവൻ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിമാൻഡ് റിപ്പോർട്ടിൽ അടിവരയിട്ട് വ്യക്തമാക്കിയിരുന്നു. അതായത് സർക്കാർ സംവിധാനങ്ങൾക്കപ്പുറത്തേക്ക് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൃത്യമായ വിവരം നൽകാതെ നിയമസഭയിൽ വ്യക്തമായ വിവരങ്ങൾ നൽകാതെയാണ് ഈ മദ്യനയം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മുൻകൈയെടുത്തുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ളത്. ആ മദ്യനയത്തിൽ വിവാദ കമ്പനികൾക്ക് മുൻപ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് പോലും രാജ്യതലസ്ഥാനത്ത് മദ്യവിതരണത്തിന് അനുമതി നൽകിയതിലൂടെ ഈ കമ്പനികളിൽ നിന്ന് പ്രത്യേകിച്ച് അത് സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ദക്ഷിണ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കാണ് പ്രധാനമായും ഈ മദ്യവിതരണത്തിന് അനുമതി നൽകിയിരുന്നത്. അതിനെ ഏകോപിപ്പിച്ചത് തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കവിത ഉൾപ്പെടെയുള്ളവരായിരുന്നു ആ കമ്പനികളെ ഏകോപിപ്പിച്ചത്. അതുവഴി വലിയ അഴിമതിപ്പണം, കോടിക്കണക്കിന് രൂപയുടെ അഴിമതിപ്പണം അന്വേഷണ ഏജൻസികളുടെ ചാർജ് ഷീറ്റിൽ ചൂണ്ടിക്കാട്ടിയത് ഏകദേശം 600 കോടി രൂപയുടെ അഴിമതിപ്പണം ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റി. അതിലൊരു പങ്ക് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിനിയോഗിച്ചു എന്നുള്ളത് നേരത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ വസ്തുതയാണ്. ഈ ആം ആദ്മിയും നേരത്തെയും ഈ പ്രതിപക്ഷ നേതാക്കളും ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കുകയാണ് CAG റിപ്പോർട്ട്. ഏതായാലും മദ്യനയ നടപ്പിലാക്കിയതിലൂടെ ആം ആദ്മി നേതാക്കൾ അഴിമതിപ്പണം കൈപ്പറ്റിയെന്നതിനപ്പുറത്തേക്ക് ഡൽഹി ഖജനാവിന് 2026 കോടി രൂപയുടെ വരുമാന നഷ്ടം കൂടി ഉണ്ടായി എന്നുള്ളതാണ് CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൂടുതൽ കുരുക്കിലേക്ക് കെജ്രിവാളും മനീഷ് സിസോദിയും അടക്കമുള്ള നേതാക്കൾ നീങ്ങുന്നുവെന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. CAG റിപ്പോർട്ടിന്റെ സംഗ്രഹമായി പറയുന്നത് ഇത്ര വലിയ ഭീമമായ നഷ്ടം സർക്കാർ ഖജനാവിന് വരുത്തിവെച്ച അതിന് ഉത്തരവാദികളായവർക്കെതിരെ വളരെ കൃത്യമായ നടപടി ഉണ്ടാകുമോ എന്ന ഒരു സംശയം പോലും CAG ഇപ്പോൾ ഉന്നയിക്കുകയാണ്. നേരത്തെ 600 കോടിയുടെ അഴിമതിയാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ നോക്കൂ 2026 കോടി രൂപയുടെ അഴിമതി വളരെ കൃത്യമായി അക്കമിട്ട് എണ്ണമിട്ട് CAG മുന്നോട്ട് വെക്കുമ്പോൾ ഇനിയുള്ള രാഷ്ട്രീയ ചലനങ്ങൾ എന്തായിരിക്കും? നിയമപരമായ നടപടികൾ എന്തായിരിക്കും? നീലിമ, രാഷ്ട്രീയപരമായി കനത്ത തിരിച്ചടി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഡൽഹിയിൽ ചൂടുപിടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ CAG റിപ്പോർട്ട് പുറത്തു വന്നത് രാഷ്ട്രീയപരമായി കനത്ത തിരിച്ചടി ആം ആദ്മിക്കും അരവിന്ദ് കെജ്രിവാളിനും ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനോടകം തന്നെ ജനങ്ങൾക്ക് ആം ആദ്മി സർക്കാർ അഴിമതി സർക്കാരാണ് എന്ന പ്രചാരണം ജനങ്ങൾക്കിടയിലേക്ക് BJP നടത്തിയിട്ടുണ്ട്. ആ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതും BJPയുടെ പ്രചാരണങ്ങൾ വസ്തുതയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതുമാണ് CAG റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി കനത്ത തിരിച്ചടി ആം ആദ്മിക്കും അരവിന്ദ് കെജ്രിവാളിനും സഞ്ജയ് സിംഗിനും മനോജ് സിസോദിയും ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾക്കുണ്ടാക്കും. ഒപ്പം നിയമപരമായി പരിശോധിക്കുമ്പോൾ ഇതിനോടകം തന്നെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചത്. ഇതിനോടകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ കുറ്റപത്രങ്ങൾ കോടതികൾ സമർപ്പിച്ചിട്ടുണ്ട്. CAG റിപ്പോർട്ട് കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നീലിമ, ശരി. ജിഷ്ണുവാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഡൽഹിയിലെ മദ്യനയം ഖജനാവിന് 2026 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടായെന്നാണ് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്.